നമസ്കാരം. എറണാകുളം ശിവക്ഷേത്രത്തിൽ വലിയമ്പലത്തിലുള്ള കൂത്തമ്പലത്തിൽ വെച്ച് അവതരിപ്പിക്കുന്ന ഉത്സവക്കൂത്ത് എന്നുള്ള പേരിലാണ് ഈ അവതരണം അറിയപ്പെടുക. സാധാരണ മഹാക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് നടത്തുന്നതാണത്. ബാലചരിതം ഭാസൻ്റെ നാടകമാണ്, ശ്രീകൃഷ്ണകഥയെ ആസ്പദമാക്കിയിട്ടുള്ള നാടകമാണ്. ആ ബാലചരിതം നാടകത്തിലെ സൂത്രധാരൻ്റെ പ്രവേശമാണ് ഉത്സവക്കൂത്തായിട്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, അതുപോലെ ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം, ഇവിടെയൊക്കെ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവകാലത്ത് കൂത്ത് നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഈ ഭാഗം, ഈ ബാലചരിതത്തിലെ സൂത്രധാരൻ്റെ പ്രവേശമാണ്. ശംഖക്ഷീരവപു പുര എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമാണ്. അപ്പോൾ അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഓരോ യുഗങ്ങളിലും ഓരോ അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുള്ള ആളാണ് ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനായിട്ട്. അതുപോലെ മഹാബലിയിൽ നിന്ന് ത്രൈലോക്യത്തെ വീണ്ടെടുക്കാനായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുണ്ട്. അതുപോലെ രാവണവധത്തിനായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ യുഗങ്ങളിലും ലോകത്തെ രക്ഷിക്കാനായിട്ട് ഓരോരോ അവതാരങ്ങളെടുത്തിട്ടുള്ള ആ ലോകനായകനായിട്ടുള്ള ഭഗവാൻ ഈ കലികാലത്തിങ്കൽ നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ എന്ന് ഉള്ള അർത്ഥം വരുന്ന ശ്ലോകമാണ് ഈ കൂത്തിൽ അവതരിപ്പിക്കുന്നത്. അത് സാധാരണ രീതിയിൽ ആ ശ്ലോകം ചൊല്ലി അതിൻ്റെ മുദ്ര കാണിച്ച് രണ്ടാമത് ചൊല്ലിയാണ് പതിവ്. വിസ്തരിച്ച് അഭിനയിക്കുന്ന സ്ഥലങ്ങളിൽ ഈ അവതാരങ്ങൾ മൂന്നും അവതരിപ്പിക്കാവുന്നതാണ്. ഒന്ന് നരസിംഹാവതാരവും വാമനാവതാരവും ശ്രീരാമാവതാരവും കാണിക്കാവുന്ന, ഓരോ ദിവസവും മാറി മാറി ഓരോ അവതാരങ്ങൾ കാണിക്കാവുന്നതാണ്. ഇത് ഉത്സവക്കൂത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ്. ഉത്സവത്തിന് വളരെ നിർബന്ധമായിട്ട് വേണ്ടതാണ് കൂത്ത് എന്നാണ് പഴയ വിശ്വാസം. നമസ്കാരം. അങ്ങനെ വെച്ചാൽ എല്ലാ ചടങ്ങും ഭഗവാന് വേണ്ടിയിട്ടാണല്ലോ, ആ കൂട്ടത്തിൽ ഉള്ളതാണത്. അതെ, അല്ല, സ്വതേ കൂത്തിൻ്റെ സ്ഥാനം ഇതാണ്. പഴയ കാലത്ത്, ഇപ്പോഴാണ് ഈ പുറത്തേക്ക് ഇറങ്ങിയത്. അല്ല, അത് നിർബന്ധമില്ല, അത്ര ആൾ വന്നോളന്നില്ല, അതിലുള്ള ആളൊക്കെ വരാത്തേ ഉള്ളൂ. അതൊരു ചടങ്ങും കൂടിയാണ്, അനുഷ്ഠാനത്തിൻ്റെ ഭാഗം കൂടിയാണ്. വെറും കാഴ്ച മാത്രമല്ല, അനുഷ്ഠാനത്തിൻ്റെ ഭാഗം കൂടിയാണ്.